ഓം നമോ നാരായണായ. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ അന്വേഷകർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ശാസ്ത്രീയമായ അറിവുകളെയും ആചാരങ്ങളെയും മുറുകെ പിടിക്കുന്നവർക്ക് എന്നും ഈശ്വരാധീനമുണ്ടാകും. ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേവലമായ പ്രവചനങ്ങൾ മാത്രമല്ല, വരാഹമിഹിരന്റെ ബൃഹത് ജാതകം, മന്ത്രേശ്വരന്റെ ഫലദീപിക തുടങ്ങിയ ആധികാരിക ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെ ഗ്രഹചലന പ്രമാണങ്ങളെ മുൻനിർത്തിയുള്ള ഒരു വിശകലനമാണ്. ജ്യോതിഷത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, നമുക്കറിയാം നമ്മുടെ ജനനസമയത്തെ ആ ഒരു ഗ്രഹനില അല്ലെങ്കിൽ ജാതകം. രണ്ടാമതായിട്ട് നിലവിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം, അതിനെ നമ്മൾ ജ്യോതിഷപരമായി ഗോചരം എന്ന് പറയും. അപ്പോൾ ജാതകത്തിൽ എത്ര വലിയ ദോഷങ്ങൾ ഉണ്ടായാലും ഈ ഗോചര രീതിയ ചില പ്രധാന ഗ്രഹങ്ങൾ അനുകൂല ഭാവങ്ങളിൽ വരുമ്പോൾ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് ശുക്രൻ, വ്യാഴം, ബുധൻ എന്നീ ശുഭഗ്രഹങ്ങളുടെ നിലവിലെ രാശിമാറ്റങ്ങൾ ചില നക്ഷത്ര ജാതർക്ക് വലിയ കർമ്മ ഗുണങ്ങളെ ആയിരിക്കും നൽകാൻ പോകുന്നത്. അപ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഗ്രഹാനുകൂല്യം ലഭിക്കുകയെന്നും ശാസ്ത്രം നിർദ്ദേശിക്കുന്ന യഥാർത്ഥ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഗ്രന്ഥ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് ശുക്രന്റെ സവിശേഷമായ ഭാവമാറ്റം എങ്ങനെയായിരിക്കുമെന്നാണ്. ഫലദീപികയിൽ ശുക്രനെ കുറിച്ച് പറയുന്നത് സുഖപ്രദായകം ഭൃഗു എന്നാണ്. ഐശ്വര്യം, ഭൗതിക സുഖങ്ങൾ, കല, ധനം എന്നിവയുടെ കാരകനാണ് ശുക്രഗ്രഹം. അപ്പോൾ നിലവിലെ ഈ ഒരു ഗോചരപ്രകാരം ശുക്രൻ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാശിക്കാർക്ക് വിദ്യ കൊണ്ട് ലാഭമുണ്ടാകും, പുത്ര സൗഖ്യമുണ്ടാകും, പൂർവ്വ പുണ്യത്തിന്റെ ഉണർവ് വരെ വന്നു ചേരും. അപ്പോൾ ആ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭാവം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതായത് കഴിഞ്ഞ കുറച്ചു കാലമായി മാനസികമായ തടസ്സങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഫലം ലഭിക്കാത്ത അവസ്ഥകളോ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഈ ഗ്രന്ഥ പ്രമാണങ്ങൾ അനുസരിച്ച് പറഞ്ഞാൽ 5ലെ ശുക്രൻ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ധനസമ്പാദനം നടത്താൻ നിങ്ങളെ സഹായിക്കും. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഫലങ്ങൾ വന്നു ചേരും, തടസ്സങ്ങൾ മാറിയിട്ട്. എന്നാൽ ഇതോടൊപ്പം ഈ ശനിയുടെ ഒരു ഗോചര സ്വാധീനം ഉള്ളതിനാൽ അനാവശ്യമായ സംസാരങ്ങൾ, വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അതായത് ബൃഹസ്പതിയുടെ ഗോചരഫലം പറയുമ്പോൾ ജ്യോതിഷ ശാസ്ത്രത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിക്കും സ്ഥാനത്തിനും വലിയ പ്രാധാന്യം തന്നെയുണ്ട്. 7ലെ വ്യാഴം മംഗളം പ്രദം എന്നൊരു പ്രമാണം തന്നെ ഉണ്ട്. അപ്പോൾ ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് നിലവിൽ വ്യാഴത്തിന്റെ 7ാം ഭാവസഞ്ചാരം വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുന്നത്. 7ാം ഭാവം എന്നത് പങ്കാളിത്തമുണ്ട്, വിവാഹം, അതേപോലെ പൊതുസമൂഹം എന്നിവയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഈ നക്ഷത്രക്കാർക്ക് ദീർഘനാളായി മുടങ്ങിക്കിടന്നിരുന്ന വിവാഹ കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകാനും ബിസിനസ്സിൽ പുതിയ പങ്കാളികളുമായി ചേർന്ന് ലാഭകരമായ പ്രോജക്റ്റുകൾ തുടങ്ങാനും സാധിക്കും. കൂടാതെ ഇവിടെ ശുക്രൻ 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ അപ്രതീക്ഷിതമായ ചില സ്രോതസ്, അപ്രതീക്ഷിതം എന്ന് പറയുമ്പോൾ ലോട്ടറി പോലെയുള്ള അല്ലെങ്കിൽ ലോൺ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ധനലാഭം, വാസ്തു സംബന്ധമായ നേട്ടങ്ങൾ എന്നിവ നമുക്ക് പറയാം. ദീർഘകാല രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ഈ ഗ്രഹനില പ്രകാരം ഇത് തുണയായിട്ട് വരുന്നുണ്ട്. എന്നാൽ അമിതമായ ആത്മവിശ്വാസം, സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പുലർത്താതിരിക്കുക വഴിയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ സമയം കൂടുതലായിട്ട് ഉണ്ടാകും. ഇനി അടുത്തതായി നമ്മൾ വിശകലനം ചെയ്യുന്നത് ബുധൻ, സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനുകൂലമായ ലാഭഭാവ സഞ്ചാരമാണ്. സാരാവലി എന്ന ഗ്രന്ഥത്തിൽ ലാഭഭാവത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് 11ാം ഭാവം അഥവാ ലാഭഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും അത് വളരെ ശുഭമാണ് അല്ലെങ്കിൽ വളരെ ഗുണപ്രദമാകുന്നുണ്ട്. മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകർക്ക് 11ലെ ബുധൻ കാര്യ ജയവും വലിയ ധനലാഭവുമാണ് കാണിക്കുന്നത്. അപ്പോൾ ബിസിനസ് രംഗത്തോ കർമ്മ മേഖലയിലോ വലിയ മത്സരങ്ങൾ നേരിടുന്നവർക്ക് അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും. കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വലിയ അംഗീകാരങ്ങളൊക്കെ വന്നണയും. സന്താനങ്ങളുടെ ഉന്നമനത്തിനായി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ കാലയളവിൽ ശുഭവാർത്തകൾ കേൾക്കാനുള്ള ഒരു യോഗമുണ്ടാകും.
പുതിയ വീട്, വാഹനം, പുതുക്കി പണിയാനുള്ള ഗൃഹ കാര്യങ്ങൾ, ഇതൊക്കെ യോഗമായിട്ട് കാണുന്നുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ചില സഹായങ്ങളൊക്കെ കൃത്യസമയത്ത് എത്തുന്നതും നിങ്ങൾക്ക് വലിയൊരു ഗുണമായിട്ട് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമാണെന്ന് കരുതി നമ്മുടെ കർമ്മം ചെയ്യാതിരിക്കുകയല്ല ഇതിന് വേണ്ടത്. കർമ്മം കൃത്യമായി ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്തെന്നാൽ പരിശ്രമശാലിയായ മനുഷ്യനെ മാത്രമേ ലക്ഷ്മി ഭഗവതി അനുഭവ ഗുണം തരികയുള്ളൂ, അല്ലെങ്കിൽ അനുഗ്രഹിക്കൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഗ്രഹത്തിന്റെ ആനുകൂല്യം ഉള്ളപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രയത്നങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കും എന്ന് മാത്രമേ അർത്ഥമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു നക്ഷത്രക്കാർക്ക് വരുന്ന ചെറിയ ദോഷങ്ങൾ പരിഹരിക്കാനുള്ള വഴിപാടുകൾ കൂടി നമ്മൾ ഈ ഒരു കാലയളവിൽ ചെയ്തു പോരേണ്ടത് വലിയ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ മേടം രാശിക്കാര് ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിനെ ഭജിച്ച് എള്ളുതിരി സമർപ്പണം നടത്തേണ്ടത് അത്യാവശ്യമാണ്, എള്ളുദീപം സമർപ്പിക്കേണ്ടത്. ഇനി മകരം രാശിക്കാരായ രണ്ടാമത്തെ ആളുകൾ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാരയോ അല്ലെങ്കിൽ പിൻവിളക്കോ തെളിയിച്ച് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കേണ്ടത് ഉത്തമമായിട്ട് വരുന്നുണ്ട്. ഇനി മകം പൂര ഉത്രം നക്ഷത്രക്കാർ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ഇത് പൊതുവായ ഒരു ഗോചര വിശകലനമാണെന്നത് വീണ്ടും നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. നിങ്ങളുടെ കൃത്യമായ ജനന സമയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ദശാകാലങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വേണം നമ്മൾ അന്തിമ തീരുമാനങ്ങളിലേക്ക് കൂടി എത്തിച്ചേരാനായിട്ട്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പൊതുവായ ഫലങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലപ്രവചനമാണ്. ഓരോ ആളുകൾക്കും വ്യക്തിപരമായ ജനന സമയം, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ കൃത്യമായി നിങ്ങളുടെ ഒരു സമയമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അടുത്തുള്ളൊരു ജ്യോതിഷിയെ സമീപിച്ചാൽ മനസ്സിലാകും. പക്ഷെ പൊതുഫലം പറയുമ്പോൾ ഇതിലൊരു 60% നിങ്ങളുടെ ഫലമായിട്ട് വന്നു ചേരുകയും ചെയ്യും. പക്ഷേ കർമ്മം ചെയ്യണം. അതോടൊപ്പം ഈ ഒരു സമയത്തിൽ നമ്മൾ പാലിച്ചു പോകേണ്ടതായ മര്യാദകളോടുകൂടി അല്ലെങ്കിൽ പാലിച്ചു പോകേണ്ടതായ ഈശ്വരാധീനത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോൾ ആ ഫലം പൂർണ്ണമായി നമുക്ക് വന്നു ചേരും. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകേണ്ട സമയം കൂടിയാണ്. ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്, ഗ്രന്ഥപ്രമാണങ്ങൾ അനുസരിച്ചുള്ള കൃത്യമായ പ്രവചനമാണ് നമ്മൾ ഓരോ അധ്യായത്തിലൂടെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് ഒരാൾക്കെങ്കിലും അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ സുഹൃതമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ അറിവുകളും വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ ഫലവത്താക്കി മാറ്റാൻ നിങ്ങളും ശ്രമിക്കുക. കർമ്മങ്ങൾ ചെയ്യുക. അതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുഫലമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പൊതുവായിട്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ ഗ്രഹമാറ്റങ്ങളാണ് പറയുന്നത്. ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ ജനന സമയത്തെ അനുസരിച്ച് നോക്കുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വന്നു ചേരാം. അപ്പോൾ അതുകൊണ്ട് അതുകൂടി നിങ്ങളെപ്പോഴും മനസ്സിൽ നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഗുണം നൽകുന്നതായ ഒരുപാട് അറിവുകൾ നമ്മൾ ഇനിയും എത്തിക്കുന്നതാണ്. ഒരുപാട് നാളിന് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും തുടർന്നുണ്ടാകേണ്ടതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാൻ. ഡേറ്റ് ഓഫ് ബർത്തും സമയവും കൊടുത്തിരുന്ന ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി കൃത്യമായിട്ട് വിശകലനം ചെയ്ത് നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം കൂടി നടത്താം. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തുടർന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവാൻ ഏവർക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ.